ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും മനോഹരവും വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. പ്രതിസന്ധികളിലും തകർച്ചകളിലും ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രത്യാശ നൽകുന്ന ഒരു സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം എഴുതാനുണ്ടായ സാഹചര്യം ഇതാണ്. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവഭയത്തിലൂടെ കടന്നുപോയ ഒരു ഘട്ടത്തിലാണ് ഈ സങ്കീർത്തനം രചിക്കുന്നത്. ഈ സംഭവം വിശുദ്ധ ബൈബിളിൽ 1 സാമുവേൽ 21-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ വായിക്കാം. സാവൂൾ രാജാവ് ദാവീദിനെ കൊല്ലാൻ അന്വേഷിച്ച് നടന്നപ്പോൾ രക്ഷപ്പെടാനായി ദാവീദ് രാജാവ് ഇസ്രായേലിന്റെ ശത്രുക്കളായ ഫിലിസ്ത്യരുടെ നഗരമായ ഗത്തിലേക്ക് ഓടിപ്പോയി. അവിടുത്തെ രാജാവായിരുന്ന ആഖീഷിന്റെ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ഇദ്ദേഹത്തെ അബീമേലെക്ക് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ആഖീഷ് രാജാവിന്റെ മുന്നിലാണ് ദാവീദ് ചെന്നുപെട്ടത്. ഗോലിയാത്തിനെ കൊന്ന ദാവീദ് തങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ടെന്ന് രാജാവിന്റെ ഭൃത്യന്മാർ തിരിച്ചറിഞ്ഞു. ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് രക്ഷപ്പെടാനായി ഒരു സൂത്രം പ്രയോഗിച്ചു. അദ്ദേഹം രാജാവിൻ്റെയും സൈന്യത്തിൻ്റെയും മുന്നിൽ വെച്ച് ബുദ്ധിഭ്രമം അഭിനയിച്ചു. വാതിലുകളിൽ വരകൾ വരയ്ക്കുകയും താടിയിലൂടെ തുപ്പലൊഴുക്കുകയും ചെയ്തു. ഇതു കണ്ട അബീമേലെക്ക് രാജാവ്, ഇവന് ഭ്രാന്താണ്, ഇവനെ എൻ്റെ മുന്നിൽ നിന്നും ഓടിച്ചു കളയൂ എന്ന് കൽപ്പിച്ച് ദാവീദ് രാജാവിനെ അവിടെ നിന്നും പുറത്താക്കി. അങ്ങനെ അത്ഭുതകരമായി ജീവൻ തിരിച്ചു കിട്ടിയ ദാവീദ് രാജാവ് അവിടെ നിന്നും രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. ആ ഗുഹയിലിരുന്ന് തൻ്റെ ജീവൻ കാത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടെഴുതിയതാണ് ഈ 34-ാം സങ്കീർത്തനം. 34-ാം സങ്കീർത്തനം ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തെയും അവിടുത്തെ കരുതലിനെയും കാണിക്കുന്നു. ഇത് പതിവായി ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രധാന അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എല്ലാ ഭയങ്ങളിലും നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു എന്ന 4-ാം തിരുവചനം. മനസ്സിനെ അലട്ടുന്ന ആശങ്കകളിൽ നിന്നും നാളുകളെക്കുറിച്ചുള്ള ഭയങ്ങളിൽ നിന്നും ദൈവം മോചനം നൽകും എന്ന ഉറപ്പ് തരുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല എന്ന 5-ാം തിരുവചനം. നമ്മെ തളർത്തുന്ന അപമാനങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും ദൈവം നമ്മെ ഉയർത്തുകയും മുഖത്ത് ദൈവീക പ്രകാശം നൽകുകയും ചെയ്യും എന്ന ഉറപ്പ് തരുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു എന്ന 7-ാം തിരുവചനം. നമുക്ക് ചുറ്റും സ്വർഗീയ കാവലൊരുക്കി അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ കെണികളിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കും എന്ന് വാഗ്ദാനം തരുന്നു. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 10-ാം തിരുവചനം. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ സകല ആവശ്യങ്ങളും ദൈവം കൃത്യം സമയത്ത് നടത്തിത്തരും എന്ന ഉറപ്പ് തരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന 18-ാം തിരുവചനം. തീവ്രമായ ദുഃഖത്തിലൂടെയോ തകർച്ചകളിലൂടെയോ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ആശ്വാസവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എന്ന വാഗ്ദാനം തരുന്നു. നീതിമാന്റെ കഷ്ടതകൾ അസംഖ്യമാണ്, എന്നാൽ അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു എന്ന 19-ാം തിരുവചനം. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായാലും അവയിൽ ഒന്നും തളർന്നു പോകാതെ ദൈവം നമ്മെ കൈപിടിച്ചു നടത്തും എന്ന സന്ദേശം തരുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനെന്ന 8-ാമത്തെ തിരുവചനം ഇതിലെ ഒരു പ്രധാന സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും അപമാനങ്ങളും ഉണ്ടാകുമ്പോൾ ശാന്തമായിരുന്ന് ഈ സങ്കീർത്തനം ഭക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയ ദൈവാനുഭവം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും വലിയ തകർച്ചകളും ഭയവും ഉണ്ടാകുമ്പോൾ ദാവീദ് രാജാവിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഈ 34-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായും നമ്മെയും എല്ലാ കഷ്ടതകളിലും നിന്നും വിടുവിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. 34-ാം സങ്കീർത്തനം ചൊല്ലി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 34. ദൈവത്തിൻ്റെ സംരക്ഷണം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ.
എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്കുത്തരമരുളി. സർവ്വഭയങ്ങളിലും നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്നും വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിനു നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാവും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല.